തരൂരിനെ താക്കോൽ സ്ഥാനത്തേക്ക് പിന്തുണച്ച് NSS. തരൂർ പ്രധാനമന്ത്രിയാകാൻ പോലും യോഗ്യനെന്ന് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറഞ്ഞു. തരൂരിനെ മന്നം ജയന്തിക്ക് ക്ഷണിച്ചത് തറവാടി നായരായതിനാലാണ്. VD സതീശനോട് സമുദായം ഒരിക്കലും ക്ഷമിക്കില്ലെന്നും സുകുമാരൻ നായർ പറഞ്ഞു. വിവരങ്ങളുമായി ശരത് കെ ശശി ചേരുന്നു. ശരത്ത്, സുകുമാരൻ നായർ തരൂരിനെ എങ്ങനെയൊക്കെ പുകഴ്ത്തുന്നു? ഫിജി ഇന്ന് ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ശശി തരൂരിനെ മുക്തകണ്ഠം പ്രശംസിക്കുകയും NSS നിലപാട് ശശി തരൂരിന് അനുകൂലമാണെന്നുള്ള കൃത്യമായ സന്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നത്. കേരളത്തിലുടനീളം പര്യടനം നടത്തിക്കൊണ്ട് ശശി തരൂർ 2026 തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു മുഖ്യമന്ത്രി ശരത്ത്, തുടർന്നോളൂ. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ശശി തരൂർ അദ്ദേഹം കേരളം ഉടനീളം പര്യടനം നടത്തുകയും വിവിധ മത സാമുദായിക നേതാക്കളെ കാണുകയും പിന്തുണ ഉറപ്പാക്കി കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ ശ്രമം നടത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ആണ് സംസ്ഥാനത്തുള്ളത്. ഇതിനിടയിലാണ് താക്കോൽ സ്ഥാനത്തേക്ക് NSS ശശി തരൂരിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ള കൃത്യമായ സന്ദേശം NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ നൽകുന്നത്. ഇന്ന് ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ പ്രതികരണം NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ശശി തരൂർ പ്രധാനമന്ത്രിയാകാൻ പോലും യോഗ്യതയുള്ള വ്യക്തിത്വമാണ് എന്നാണ് ഈ അഭിമുഖത്തിൽ NSS ജനറൽ സെക്രട്ടറി പറഞ്ഞു വെക്കുന്നത്. അതായത് ഏറ്റവും അതിൽ താഴെയുള്ള ഏത് പദവിക്കും ശശി തരൂർ അർഹനാണ് എന്നുള്ള കൃത്യമായ സന്ദേശം NSS പറഞ്ഞു വെക്കുന്നു. ആ ഒരു നീക്കത്തിന് ശശി തരൂരിന് NSSന്റെ പിന്തുണയുണ്ട് എന്നുള്ള സന്ദേശവും ഇതിലൂടെ NSS ജനറൽ സെക്രട്ടറി നൽകുകയും ചെയ്യുന്നു. പ്രധാനമന്ത്രിയാകാൻ പോലും യോഗ്യതയുള്ള നേതാവാണ് ശശി തരൂർ. പക്ഷേ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ അതിനനുവദിക്കുമെന്ന് കരുതുന്നില്ല എന്നുള്ള കാര്യവും ഇതോടൊപ്പം തന്നെ സുകുമാരൻ നായർ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ മറ്റൊരു കാര്യം പറയുന്നത്, നിലവിൽ NSS ആരെയെങ്കിലും താക്കോൽ സ്ഥാനത്തേക്ക് ശുപാർശ ചെയ്യുകയാണ് എങ്കിൽ ആ ആളുടെ രാഷ്ട്രീയ ഭാവി അവിടെ അവസാനിക്കും. അതുകൊണ്ട് നിലവിൽ താക്കോൽ സ്ഥാനത്തേക്ക് ശശി തരൂരിനെ അല്ലെങ്കിൽ മറ്റൊരാളെ പരസ്യമായി അങ്ങനെ ഒരു താക്കോൽ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ പറയുന്നില്ല എന്നുകൂടി ശശി തരൂർ വിഷയത്തിൽ NSS ജനറൽ സെക്രട്ടറി പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും കൃത്യമാണ് വരികൾക്കിടയിൽ നിന്ന് വായിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്ന NSS ജനറൽ സെക്രട്ടറിയുടെ നിലപാട് അത് പൂർണ്ണമായും ശശി തരൂരിന് അനുകൂലമാണ് എന്നുള്ളത് തന്നെയാണ്. പ്രധാനമന്ത്രിയാകാൻ പോലും യോഗ്യനാണ് ശശി തരൂർ എന്ന് പറയുമ്പോൾ നിലവിലെ ഇപ്പോഴത്തെ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പുതിയ ഒരു ആഭ്യന്തര സമവാക്യങ്ങളൊക്കെ തന്നെ മാറിമറിയുന്ന ഒരു ഘട്ടത്തിൽ അത് ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തിയല്ല ശശി തരൂരിനെ പിന്തുണച്ച് NSS ജനറൽ സെക്രട്ടറി പ്രതികരണം നടത്തിയിരിക്കുന്നത്. പകരം നിലവിലെ കേരളത്തിൽ ശശി തരൂർ പുതിയ ഒരു ചരടുവരികൾ നടത്തുന്ന പശ്ചാത്തലത്തിൽ ആ നീക്കങ്ങൾക്കാണ് NSS ഏതായാലും പിന്തുണ നൽകുന്നത് എന്ന് വേണം അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രതികരണത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ. മറ്റു പ്രധാനപ്പെട്ട NSSുമായി മുൻപ് അടുത്തു നിന്നിരുന്ന ഇപ്പോൾ അത്ര നല്ല ബന്ധമില്ലാതിരിക്കുന്ന രമേശ് ചെന്നിത്തല, അതുപോലെ തന്നെ VD സതീശൻ, ഇവരുടെ കാര്യത്തിൽ വളരെ രൂക്ഷമായ നിലയിലുള്ള വിമർശനവും